നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളാക്കി നമ്മുടെ കർത്താവ് നമ്മളെ നിർത്തിയ അവൻ്റെ വിശ്വസ്തതയോർത്ത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നന്ദി കരേറ്റുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. വിശേഷാൽ 84-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 5-6 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ബലം നമ്മുടെ കർത്താവിലാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, അവനിൽ ആഴത്തിൽ വേരൂന്നുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് സങ്കീർത്തനം 84 എഴുതിയിരിക്കുന്നു, ആ മനുഷ്യൻ ഭാഗ്യവാനാണ്, ബ്ലെസ്ഡ് ആണ്. നിങ്ങൾ ക്രിസ്തുവിലാണോ? നിങ്ങൾ ദൈവ പൈതലാണോ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നവരാണോ? യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾ അനുഗ്രഹീതരാണ്. ഹല്ലേലൂയ. ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. കണ്ണുനീർ താഴ്വര കിടക്കാനുള്ള സ്ഥലമല്ല, കടക്കാനുള്ള സ്ഥലമാണ്. കണ്ണുനീർ താഴ്വര എപ്പോഴും അവിടെ സ്റ്റേ ചെയ്തിരിക്കാനുള്ള ഇടമല്ല, ജസ്റ്റ് പാസ് ചെയ്ത് പോകാനുള്ള സ്ഥലമാണ്. ഇന്ന് ഈ പകലിൽ കണ്ണുനീരിൻ്റെ, വേദനയുടെ, പ്രയാസത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ശാശ്വതമല്ല. നിങ്ങൾ അതിനെ പാസ് ചെയ്യും, നിങ്ങൾ അതിനെ ഓവർകം ചെയ്യും, നിങ്ങൾ അതിനെ കടക്കും. അതിനെ കടക്കുന്നവർ ഓർക്കുക, അതിൻ്റെ അപ്പുറത്ത് മനോഹരമായ ഒരു ജലാശയം കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ, ഏതെങ്കിലും നിലകളിലുള്ള പ്രതിസന്ധികളെ നിങ്ങൾ ഫേസ് ചെയ്യുകയോ പാസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ കൊണ്ട് തീരുന്നില്ല നിങ്ങളുടെ ജീവിതം. അതിനപ്പുറത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ, ആ പ്രതിസന്ധികളെ ജലാശയമാക്കി തീർത്ത ഒരനുഭവം നിങ്ങൾക്കുണ്ടാകും. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. ഇന്ന് പകലിൽ ആ കർത്താവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കാം. അതിൻ്റെ 8-ാമത്തെ 7-8 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ ഒഴുകി എവിടെ ചെന്നെത്തും എന്നുള്ളതിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു. അവർ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഇന്ന് പകലിൽ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണുവാനായിട്ട് ഇടയായി. അതൊരു പിക്ചറോട് കൂടിയ, പടത്തോടു കൂടിയ ഒരു ആർട്ടിക്കിളാണ്. അതിൽ സാത്താൻ യേശുവിനോട് പറയുന്നു, നിന്റെ പള്ളികൾ, നിന്റെ ആലയങ്ങൾ എല്ലാം, നിന്നെ ആരാധിക്കുന്ന പള്ളികൾ, ആലയങ്ങൾ, ആരാധനാലയങ്ങളെല്ലാം ഞാൻ പൂട്ടിച്ചു, ഞാൻ അടപ്പിച്ചു. ഉടനെ കർത്താവ് പിശാചിനോട് മറുപടി പറയുന്നു. അതൊരു ആർട്ടിക്കിളാണ്, അതൊരു കാർട്ടൂൺ പോലെ വരച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. യേശു പിശാചിനോട് പറയുന്നു, നീ അവിടെ ഇവിടെയായി ചില പള്ളികൾ, ചില ചർച്ചുകൾ ലോക്ക് ചെയ്തെങ്കിൽ നീ ഓർക്കുക, ഓരോ വീടുകളും, ഓരോ സ്ഥലങ്ങളിലുള്ള ആയിരക്കണക്കിന് ഭവനങ്ങൾ ഇന്ന് എന്നെ ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ നിലയിലായിരിക്കുമ്പോൾ സഭായോഗങ്ങൾ, ആരാധന നിങ്ങളുടെ ഭവനത്തിൽ നടക്കുന്നു. നമ്മൾ ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ സഭ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ഭവനത്തിൽ ഈ സഭായോഗം കണ്ടുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. ഈ കാലഘട്ടത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന, അവനെ ചുമക്കുന്ന ഒരു വിശ്വാസി ലോകത്തിന്റെ വെളിച്ചമാണ്. അത് വിശ്വസിക്കുന്നവരൊരു ആമീൻ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. അതേ കർത്താവ് ജനത്തെ നോക്കി, ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ദേശത്തിൻ്റെ, എൻ്റെ ഭവനത്തിൻ്റെ വെളിച്ചമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി, ആ അനുഭവത്തിലേക്ക് വന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കലും ഇരുട്ടിന് വെളിച്ചത്തെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. വെളിച്ചമേ നീ ജ്വലിക്കുന്നിടത്തോളം. എന്നാൽ വെളിച്ചത്തിന് എത്ര ശക്തമേറിയ ഇരുട്ടിനെയും കീഴടക്കാനായി കഴിയും. ഇന്ന് ഈ സഭായോഗത്തിങ്കൽ ആദ്യം തന്നെ ഉള്ളത്തിലൊരു ബോധ്യമുണ്ടാകണം. എൻ്റെ ദേശത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പട്ടണത്തിൽ മാറ്റമില്ലാത്ത സുവിശേഷത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചെങ്കിൽ, വീണ്ടെടുത്തെങ്കിൽ, അംഗീകരിച്ചെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്തിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എരിയുന്ന ഒരു വെളിച്ചമാണ്, ഒരു വിളക്കാണ്. ആ വിളക്ക് പറയിൻ കീഴിലല്ല, അത് തണ്ടിന്മേലാണ് വെക്കേണ്ടത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ വരുമ്പോൾ അങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ നിന്ന് എടുത്തു പറഞ്ഞ് തിരുവെഴുത്തിലേക്ക് വരുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. വിശുദ്ധ ബൈബിളിനകത്ത്, തിരുവെഴുത്തുകൾക്കകത്ത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായോട് സർവശക്തനാകുന്ന ദൈവം അരുളി ചെയ്യുന്ന, സംസാരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി 26:18. ഞാൻ ഈ ഭാഗങ്ങൾ ഇപ്പോൾ വായിപ്പിക്കുന്നത് നിങ്ങൾക്ക് സഭായോഗമായതിനാൽ ചില നിർദ്ദേശങ്ങൾ ഈ ഭാഗത്തിൽ നൽകി, പരിശുദ്ധാത്മാവ് പ്രധാനമായി നൽകിയ സന്ദേശത്തിലേക്ക് വന്ന് ഇന്നത്തെ സഭായോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. 18-ാം വാക്യം പറയുന്നു, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുവാൻ ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായെ, അല്ലെങ്കിൽ ഒരു സമയത്ത് ദൈവസഭയെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ദൈവസഭകളെ ക്ലോസ് ചെയ്യിക്കാൻ, ദൈവികമായ പ്രവർത്തനങ്ങളെ നിർമൂലമാക്കുവാൻ അധികാരപത്രങ്ങൾ അധികാരികളുടെ കൈകളിൽ നിന്ന് കൈക്കലാക്കി ആവേശത്തോടെ മുന്നേറിയ ഒരു ദുഷ്ടഹൃദയത്തിന്റെ ഉടമയായിരുന്നു ശൗൽ. പിന്നത്തേതിൽ അപ്പോസ്തലനായ പൗലോസായി അറിയപ്പെട്ട ശൗൽ. ദൈവസഭകൾക്ക് വിരോധമായി താൻ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ നമുക്ക് നന്നായിട്ടറിയാം, താൻ ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തി പൂണ്ടവനായിരുന്നു. പരീശൻ എന്ന് പറഞ്ഞാൽ പോരാ, എരിവുള്ള പരീശനായിരുന്നു. ഈ നിലകളിൽ മുന്നേറുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തനായ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൂട്ടുനിന്ന, ആ എറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ച ദുഷ്ടഹൃദയത്തിൻ്റെ ഉടമയായ, മനുഷ്യ ചോര കണ്ടാൽ അറപ്പില്ലാത്ത ഒരുത്തനെ എറിഞ്ഞു കൊല്ലുന്നത്, അവൻ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് നോക്കി നിന്ന് കണ്ട ദുഷ്ടഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ശൗൽ അഥവാ പൗലോസ്. എന്നാൽ ദൈവസഭയ്ക്കെതിരെയും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരെയുമുള്ള തൻ്റെ പ്രയാണം, തൻ്റെ യാത്ര അധിക നാൾ പോകുവാൻ ദൈവം അനുവദിച്ചില്ല.
അധികാരപത്രങ്ങൾ വാങ്ങി ജെറുസലേമിലെ സഭകളെ ഇല്ലായ്മ ചെയ്യുവാൻ, അടപ്പിക്കുവാൻ, ക്ലോസ് ചെയ്യുവാൻ പുറപ്പെട്ടവനെ ദമസ്കോസിൻ പടിവാതിക്കൽ വെച്ച് സൂര്യനേക്കാൾ മിന്നുന്ന വെളിച്ചത്തിങ്കൽ വാഹനമൃഗത്തിൽ നിന്നും നിലത്തു വീണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ആമീൻ ഇരുട്ട് കണ്ണിനകത്ത് കയറിയപ്പോഴും അധരം തുറന്ന് ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്നുള്ള ശബ്ദം അവൻ്റെ കാതിൽ മുഴങ്ങി. അത് മാത്രമല്ല താൻ കേട്ടത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ശബ്ദം താൻ കേട്ടു. നീ മുള്ളിനോട് ഉദയ്ക്കുന്നത് എന്ത് എന്ന ശബ്ദം താൻ കേട്ടു. ഇതിന്റെ നടുവിൽ സത്യദൈവം ആരെന്നുള്ള സത്യം, യേശു ദൈവമെന്നുള്ള യാഥാർത്ഥ്യം എവിടെയോ എങ്ങനെയോ ആ ഒരു സാഹചര്യത്തിൽ അവന്റെ ഉള്ളത്തിൽ വെളിപ്പെട്ടു. കണ്ണിന് കാഴ്ചയില്ലാതെ തപ്പിത്തടഞ്ഞ് വീട്ടിനകത്ത് കുത്തിയിരിക്കുന്ന ശൗൽ, ആഹാരം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ജലപാനം ചെയ്യാതെ നിരാശനായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായ അനന്യാസിന് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ആമീൻ. ആ ഭവനത്തിലേക്ക്, തോൽക്കൊല്ലനായ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവത്തിൻ്റെ ആലോചന ലഭിച്ച് ആമീൻ അനന്യാസ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് വെപ്രാളപ്പെട്ടിരിക്കുന്ന ശക്തനായ കരുത്തനായ ഒരു ലീഡറെ, ഒരു നേതാവിനെയാണ് അവൻ കണ്ടത്. എന്നാൽ അനന്യാസ് അവൻ്റെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശൗലിനെ സ്പർശിച്ചു. അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. അനന്യാസിന്റെ കൈക്കീഴിൽ അപ്പോസ്തലനായ പൗലോസ്, ദൈവസഭയെ മുടിച്ച ശൗൽ സ്നാനം സ്വീകരിച്ചു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ സുവിശേഷ പ്രയാണ യാത്ര ആരംഭിച്ചു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 26:18 എന്തിനു വേണ്ടിയാണ് പൗലോസെ ദൈവം നിന്നെ വിളിച്ചത് എന്ന്, എന്തിനു വേണ്ടിയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്ന് സത്യം ദൈവം വ്യക്തമാക്കുന്നു. പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാണ്? വാക്യം 18, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കാനും. ആമീൻ. ശ്രദ്ധിക്കുക, ശൗലേ നിന്റെ കണ്ണ് ഞാൻ തുറന്നത്, പൗലോസെ നിന്റെ കണ്ണ് ഞാൻ തുറന്നത് മറ്റു ചിലരുടെ കണ്ണ് തുറപ്പിക്കുവാൻ വേണ്ടിയാണ്. ആമീൻ. അവരുടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുവാൻ ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവികമായ ഒരു പദ്ധതി ഒരു മനുഷ്യന്റെ മേളിൽ ദൈവം നിറവേറ്റുന്നത് എന്തിന്? അല്ലെങ്കിൽ എന്തിനു വേണ്ടി കർത്താവ് നിങ്ങളെയും എന്നെയും വിളിച്ചു വേർതിരിച്ചു? എന്താണ് ഈ വിളിയുടെ ഉദ്ദേശം? എന്താണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആവശ്യം? കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്. ഇന്നെന്നെ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിന് ആവശ്യമുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ബഥാനിക്കും ബത്ഫാഗയ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നുവരെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും. നിങ്ങളതിനെ അഴിപ്പീൻ. അഴിക്കുമ്പോൾ ഉടമസ്ഥൻ ചോദിക്കും, എന്തിനാ അഴിക്കുന്നതെന്ന്. മറുപടി അധികമില്ല, ഒറ്റ മറുപടിയേ ഉള്ളൂ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ. കർത്താവിന് ആവശ്യമുള്ളതിനെ കർത്താവ് അഴിക്കും, കർത്താവിന് ആവശ്യമുള്ളതിനെ കർത്താവ് വേർതിരിക്കും, കർത്താവിന് ആവശ്യമുള്ളതിനെ കർത്താവ് തിരഞ്ഞെടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. അതിന് ആമീൻ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസേ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ത്? അനവധി പദ്ധതികളിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സ്വർഗം പൗലോസിനോട് പറയുന്നു. അനേകരുടെ കണ്ണ് തുറക്കുവാൻ. അപ്പോൾ എന്താ, ലോകത്തിലുള്ളവരെല്ലാം അന്ധന്മാരാണോ? അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. ആത്മീകമായ അന്ധത ബാധിച്ചവർ അന്നും ലോകത്തിലുണ്ട്, ഇന്നും ലോകത്തിലുണ്ട്. ദൈവവചനത്തിന്റെ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അറിയാതെ ആത്മീകമായ അന്ധത പിടിച്ച് സത്യമെന്തെന്നറിയാതെ വിമർശിക്കുന്നവരും സത്യമെന്തെന്നറിയാതെ അസത്യത്തിൽ തപ്പി നടക്കുന്നവരും ഇരുട്ടകത്ത്
കയറി തപ്പി നടക്കുന്ന വലിയൊരു കൂട്ടം ഇന്ന് ലോകത്തിലുണ്ട്. ആ ഇരുട്ടിനകത്ത് കിടക്കുന്ന, ആത്മീക അന്ധത ബാധിച്ച് കിടക്കുന്ന, ഒരു സത്യം കൂടെ ഞാൻ പറയാം, ആത്മീക മരണവും അധംപതനവും സംഭവിച്ച വലിയ ഒരു സമൂഹമുണ്ട്. ലക്ഷക്കണക്കിന് ജനമുണ്ട്. തുറന്നു പറഞ്ഞാൽ കണ്ണു തുറന്നവരെക്കാളും ആത്മീകമായി കണ്ണടഞ്ഞു പോയവരുടെ എണ്ണമാണ് കൂടുതൽ. അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തത് അവരുടെ പട്ടികയിൽ എണ്ണപ്പെട്ടുകൊണ്ട് ആത്മീക അന്ധത ബാധിച്ച് അവരെ പോലാകാനല്ല. നിന്റെ കണ്ണ് ദൈവം തുറപ്പിച്ചത് അനേകരുടെ കണ്ണ് തുറപ്പിക്കാനാണ് എന്ന സത്യം ഇന്ന് പകൽ തിരിച്ചറിയുക. ഹല്ലേലൂയ. അവരുടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും. അതെ, ലോകം ഇരുട്ടിന്റെ പിടിയിലാണ്. ലോകത്തിൽ അതിശക്തമേറിയ അന്ധകാരം നിലനിൽക്കുന്നു. ലോകത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ അധികാരമുള്ള ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ മാത്രമാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ ജയിക്കുവാൻ, ഈ ലോകത്തിലെ പൈശാചിക ശക്തികളെ വിജയിക്കുവാൻ കഴിവുള്ള ഒരു കൂട്ടമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമാണ്. ഉലകത്തിലെ സകല മനുഷ്യരും, പണ്ഡിതന്മാരും പാമരന്മാരും, പഠിത്തമുള്ളവനും പഠിത്തമില്ലാത്തവനും, കഴിവുള്ളവനും കഴിവില്ലാത്തവനും, കളറുള്ളവനും കളറില്ലാത്തവനും, കാശുള്ളവനും കാശില്ലാത്തവനും, ഉലകത്തിലെ സമസ്ത മനുഷ്യരും ഭയപ്പെടുന്ന ഒന്നാണ് മരണം. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ന് ലോകത്തിലെല്ലാം മഹാമാരികൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വീട്ടിനകത്ത് കയറി വാതിലടച്ച് ഇരിക്കുന്ന സാഹചര്യത്തിലും മരണത്തെ ഭയക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാം. മരണത്തെ ഭയക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണാം. എന്നാൽ ഈ പുസ്തകത്തിനകത്ത് ഒരു മനുഷ്യൻ, അതെ, ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന പൗലോസ് ഒരിക്കൽ മരണത്തോട് ചോദിച്ചു, മരണമേ നിന്റെ ജയമെവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിക്കുന്ന അനുഭവമുണ്ടെങ്കിൽ, മരണത്തെ പോലും ഭയമില്ലാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇന്ന് പകൽ പേടിച്ച് ആകുലപ്പെട്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ട് പിറുപിറുത്ത് ഇരിക്കുന്ന ചില കൂട്ടങ്ങളോട് കർത്താവ് പറയുന്നു, ആത്മാവിന്റെ ശക്തിയാൽ നിനക്ക് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആരാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നീ ഒതുങ്ങാൻ തയ്യാറായാൽ നിന്നെ ഒതുക്കാൻ പിശാച് റെഡിയാണ്. പക്ഷേ നീ ഒതുങ്ങാൻ തയ്യാറല്ലെങ്കിൽ, നീ മുന്നേറാൻ തയ്യാറായാൽ നിന്നെ ജയത്തിൽ നടത്തുവാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, കർത്താവിന്റെ മക്കളെ, തിരുവെഴുത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും. അതൊരു സത്യമാണ്. ഒത്തിരി പേർ ഇരുട്ടിലാണ്. പിശാചിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വെളിച്ചത്തെ അവർ കാണരുത് എന്നാണ്. പിശാചിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ അവർ അനുഭവിക്കരുത് എന്നുള്ളതാണ്. കാരണം കർത്താവ് ഒരുവന്റെ അകത്ത് വന്നാൽ, യേശു ഒരു ഭവനത്തിൽ വന്നാൽ, യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വന്നാൽ അവന്റെ ജീവിതം പ്രകാശപൂർണമായി തീരും. അതുണ്ടാകാതിരിക്കുവാൻ, അവൻ അങ്ങനെ വരാതെ ഇരിക്കുവാൻ ഏത് വഴിയും മാർഗവും സാത്താൻ സ്വീകരിക്കും. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി 24/7 24 മണിക്കൂറും, ആഴ്ചയിൽ 7 ദിവസവും, വർഷത്തിൽ 365 ദിവസവും ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അതിൻ്റെ മധ്യേ വായും പൂട്ടിയിരിക്കുന്ന പലതിനെയും, നിരാശപ്പെട്ടിരിക്കുന്ന പലതിനെയും, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ പലതിനെയും അവൻ പകുതി വിഴുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇന്ന് പകൽ അവൻ്റെ വായിൽ നിന്ന് പുറത്തു വരുവാൻ ദാവീദ് ആ കരടിയുടെ വായ്ക്കകത്തുനിന്ന് ആ ആട്ടിൻകുട്ടിയെ വലിച്ചെടുത്തതുപോലെ ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തു ഇന്ന് പകൽ ശത്രുവിൻ്റെ വായിൽ നിന്ന്, അവൻ്റെ കരത്തിൽ നിന്ന് വിശ്വാസം അറ്റുപോയ, പ്രത്യാശ അറ്റുപോയ നിന്നെ വലിച്ചു പുറത്തിടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന സത്യം ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ആ കൈകളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. അവരെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കും, സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിലേക്കും തിരിക്കുവാൻ. അപ്പോ ഇന്നത്തെ സന്ദേശത്തിൽ പ്രാരംഭത്തിൽ ഞാൻ പറയുന്നു, ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക, കർത്താവിലേക്ക് തിരിയുക. ഹല്ലേലൂയ. അതാണല്ലോ ഇന്ന് പലർക്കും ഇഷ്ടമല്ലാത്ത കാര്യം.
പക്ഷെ തിരിച്ചറിഞ്ഞോണം, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാലം അതിൻ്റെ അന്ത്യത്തിൽ എത്തിയിരിക്കുക. ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് ലോകം വന്നിരിക്കുക. ദൈവം തമ്പുരാൻ ഒരു അന്ത്യകാല ഉണർവിന് ആഹ്വാനം ചെയ്യും. ചാവാറായ ശേഷിപ്പുകൾക്ക് എഴുന്നേറ്റ് വരാൻ ചിലപ്പോൾ ഒരവസരം കൂടെ തരും. അതിൻ്റെ നടുവിൽ ഇന്ന് പകൽ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും ദൈവത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിനക്കൊരു ചാൻസും കൂടെ കിട്ടി എന്ന് വരില്ല. പ്രൈസ് ഗോഡ്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ അതിശക്തമേറിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ നീ യഹൂദിയയ്ക്ക് പോകണ്ട, ഇപ്പോൾ നീ അവിടെ പോകണ്ട. കർത്താവ് പറഞ്ഞു, ഇല്ല, പോകണം. പകലുള്ളിടത്തോളം എനിക്ക് പിതാവിന്റെ പ്രവൃത്തി ചെയ്യണം. എന്താണ് ആ പകൽ എന്ന് പറയുന്നത്? ദൈവം തന്ന അവസരം. എപ്പോഴും പകലല്ല, പകൽ വേഗം കഴിയും, രാത്രി വരും. എപ്പോഴും പ്രഭാതമല്ല. ഈ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കില്ല, ഇത് അസ്തമിക്കും. എന്നാൽ ഈ ഉദയസൂര്യൻ ഉള്ളപ്പോൾ, ഈ വെളിച്ചമുള്ളപ്പോൾ, അവസരമുള്ളപ്പോൾ കർത്താവിനെ അറിയിക്കുവാനും കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനും ദൈവത്തിലേക്ക് തിരിയുവാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സത്യമല്ലേ? ഇന്ന് ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു. സഭാവോളിൽ ഇരുന്ന് ദൈവത്തെ എല്ലാവരും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. പല ദൈവദാസന്മാരും ദൈവത്തെ സ്തുതിക്ക് കൈയടിക്കുന്നൊക്കെ പറഞ്ഞിട്ടും ആർക്കും കൈയടിക്കണ്ടായിരുന്നു. അന്ന് പല ആൾക്കാരെയും വിളിക്കുമ്പോൾ അവർക്ക് വരണ്ടായിരുന്നു. ഇന്നൊന്ന് വരാൻ കൊതിച്ചിട്ട് പറ്റുന്നില്ലല്ലോ. ഇന്നൊന്ന് ഒന്നിച്ച് അങ്ങനെ ആരാധിക്കാൻ ആഗ്രഹിച്ചിട്ട് സാഹചര്യം അനുവദിക്കുന്നില്ലല്ലോ. അതുപോലെ മറ്റൊരു ദിനം നിങ്ങൾക്ക് വരും. ഈ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ കർത്താവിനെ സ്വീകരിക്കാനും രക്ഷിക്കപ്പെടാനും സ്നാനമേൽക്കാനും ഒക്കെ അന്വേഷിച്ച് നടന്നാൽ നിനക്കൊരവസരം പിന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. എന്നാൽ ഇന്നിതാ ദൈവത്തിന്റെ പരിശുദ്ധ ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പൗലോസേ, നിന്നെ ഞാൻ എന്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു? ഒന്ന്, അവരുടെ കണ്ണ് തുറക്കുവാൻ. രണ്ട്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുവാൻ ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. ഈ ദിവസങ്ങളിൽ വാത്സല്യ ദൈവജനമേ, ഈ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിനെ ഒരു പ്രാർത്ഥനാ വിഷയമാക്കി ഒന്ന് ഏറ്റെടുക്കാവോ? സഭയൊന്ന് ഏറ്റെടുക്കാവോ? പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, പക്ഷെ ശ്രദ്ധിക്കുന്നവർ അതൊന്ന് ചെയ്യാവോ? കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അനേക പ്രിയപ്പെട്ടവരുടെ ആത്മീക അന്ധത മാറണം, അവരുടെ കണ്ണ് യഥാർത്ഥമായി തുറക്കണം, സത്യവചനം വിശ്വസിക്കുവാൻ അവർക്ക് കൃപ ചെയ്യണം. പാരമ്പര്യത്തിന്റെ നൂലാമാലകൾ കെട്ടിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് പാരമ്പര്യത്തിനകത്ത് ബന്ധനസ്ഥരായി കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടരുടെ കണ്ണ് കർത്താവെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം. രണ്ട്, ഇരുട്ടിനകത്തുനിന്ന് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് ഒരു വലിയ കൂട്ടം, അല്ല ലോകം ഈ വെളിച്ചം കാണുവാൻ ഇടയാകണം എന്ന് പ്രാർത്ഥിക്കണം. മൂന്ന്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് പിശാചിന്റെ കൈപ്പിടിയിൽ കിടക്കുന്ന ചിലതിനെ ദൈവത്തിലേക്ക് തിരിയുവാൻ, അവർ കർത്താവിന്റെ മുഖം അന്വേഷിക്കുവാൻ, അവർ ക്രിസ്തുവിലേക്ക് വരുവാൻ, സത്യ സുവിശേഷം വിശ്വസിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പായും പറയാം, കുരുടനെ വഴി കാണിക്കാൻ കഴിയില്ല. കണ്ണ് തുറന്നവന് മാത്രമേ മറ്റുള്ളവന്റെ കൈ പിടിച്ച് നടത്താൻ കഴിയൂ. യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ച് നിങ്ങളുടെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയുടെ കണ്ണ് തുറപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ഒരു സമയത്ത് നമ്മൾ പറയുമായിരുന്നു, നിങ്ങൾ ട്രാക്ട് കൊടുക്കണം, നിങ്ങൾ സുവിശേഷം അറിയിക്കണം, നിങ്ങൾ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയണം. ദൈവസഭയുടെ നല്ല വീഡിയോകളൊക്കെ വരുന്ന സമയത്ത്, നല്ല മെസ്സേജുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സഭയിൽ പറയുമായിരുന്നു, ജിജി മോഹൻ പാസ്റ്റർ പറയുമായിരുന്നു, ദൈവമക്കളെ, ആ നല്ല വീഡിയോകൾ, ആ നല്ല സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? സുവിശേഷം അറിയിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു നല്ല വിശേഷമാണ്. ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. എന്താണ് പൗലോസ് പറഞ്ഞത്? റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം
അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഈ ദൈവശബ്ദം കേട്ട അഭിഷിക്തൻ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്താണ് അതിൻ്റെ കാരണം? വിശ്വസിക്കുന്ന ഏവനും, ഇന്ന് ചേർന്ന് നമ്മളൊന്ന് പറയണം, വിശ്വസിക്കുന്ന ഒരു കൂട്ടമല്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൽ സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയാണ് സാത്താൻ ഭയപ്പെടുന്നത്. ആ ദൈവശക്തിയാണ് ജാതീയ മണ്ഡലങ്ങൾ ഭയപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. സത്യമായൊരു കാര്യമല്ലേ? പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ അപ്പോസ്തലന്മാരുടെ മേൽ വെളിപ്പെട്ടു. അവരാണ് യഥാർത്ഥ നടക്കുന്ന സുവിശേഷത്തെ കണ്ണുകൊണ്ട് കണ്ടത്. അതാണ് ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗോസ്പൽ. യേശു ക്രിസ്തുവാണ് സുവിശേഷം. അവർ 3.5 വർഷം ആ സുവിശേഷത്തോടു കൂടെ ജീവിച്ചു. അവർ 3.5 വർഷം സുവിശേഷം ചെയ്യുന്നത് കണ്ടു. ഞാൻ ഉറപ്പായും പറയുന്നു, എന്നാ അതിനകത്ത് മാറ്റം? ആര് സ്വോത്രം പറയാതൊന്നും ഇരിക്കണ്ട. പൗലോസ് അങ്ങനല്ലേ പറഞ്ഞത്? ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. യേശുവാണ് സുവിശേഷം. He is the good news. Jesus Christ is the good news. Hallelujah. ഒരു നല്ല വാർത്ത, ഒരു നല്ല വർത്തമാനം ഞങ്ങൾക്ക് ഉയർത്താനുണ്ടെങ്കിൽ അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മാത്രമാണ്. നിനക്ക് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശുവാണ് ഗുഡ് ന്യൂസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിശ്വസിക്കുവാനും അത് അനുഭവിക്കുവാനും ദൈവം കൃപ ചെയ്ത കൂട്ടങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് പൗലോസ് റോമർ 1:16 പറഞ്ഞത്, സുവിശേഷം പറയാൻ എനിക്ക് ലജ്ജയില്ല. ലജ്ജിപ്പിക്കാൻ നോക്കും, കളിയാക്കാൻ നോക്കും, പലരും പരിഹസിക്കും, ഉറപ്പായിട്ടും പരിഹസിക്കും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, പച്ച വൃക്ഷത്തോട് ഇങ്ങനെയാ ചെയ്തെങ്കിൽ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിലവിളിക്കൊന്നും വേണ്ട. പച്ച വൃക്ഷത്തോട് ഇങ്ങനെയാ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എത്രയധികം. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച, പൊട്ടക്കണ്ണനായിരുന്ന തിമായുടെ മകനായ ബർത്തിമായുടെ കണ്ണ് തുറന്ന, കടലിന്റെ മേളിൽ കൂടെ നടന്ന, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി വൈനാക്കി മാറ്റിയ എന്നെ എങ്ങനെയാ ചെയ്തെങ്കിൽ നിന്നെ എന്നാ ചെയ്യുമെന്നുള്ളത് നീ അങ്ങ് ഊഹിച്ചെടുത്താൽ മതി. പക്ഷേ എങ്കിലും പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എനിക്ക് ലജ്ജയില്ല. എന്നാ? വിശ്വസിക്കുന്ന ഏവനും. അത് വിശ്വസിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. ഇന്ന് പകൽ ശ്രദ്ധിക്കുക, ഈ തിരുവഴുത്തിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. ഇതിനകത്ത് വായിക്കുന്ന ഓരോ വാക്യങ്ങളും വന്നേലിയോ ഓർത്തിരുന്ന് കേൾക്കുന്നവനുള്ളതല്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും അത് കേട്ട് വിശ്വസിക്കുന്നവനിൽ വ്യാപരിക്കുന്ന ഒന്നാണ്. അങ്ങനല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെട്ട കാലത്തുള്ള വിശ്വാസം ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കയറി വന്ന കാലഘട്ടത്തുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുണ്ടാകണം. അതില്ലാത്തത് കൊണ്ടായിരിക്കാം വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് ദൂതൻ പറയുന്നത്, നിന്റെ ആദ്യ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിന്റെ ആദ്യ സ്നേഹം ഇല്ലാതെ പോയിരിക്കുന്നു, നീ ഇപ്പോൾ ഉഷ്ണവാനുമല്ല, നീ ഇപ്പോൾ ശീതവാനുമല്ല എന്ന് പറയാനുള്ളതിൻ്റെ കാരണം അതായിരിക്കാം. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ഏവനും, അതിനകത്ത് മതമില്ല, അതിനകത്ത് ജാതിയില്ല, അതിനകത്ത് വർഗവർണ്ണ വ്യത്യാസമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷത്തിന് ഫെൻസില്ല, സുവിശേഷത്തിന് മതിൽക്കെട്ടില്ല, സുവിശേഷത്തിന് അതിർവരമ്പില്ല. അത് അതിർവരമ്പില്ലാതെ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് എന്നാണ് റോമർ 1:16 പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ എല്ലാവരും നോക്കി പാർക്കുന്നു, നമ്മൾ പ്രത്യാശിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ എല്ലാവരുടെയും പ്രസംഗ വിഷയം തന്നെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. ഭൂരിഭാഗവും വളരെ നല്ലത്, അത് അറിഞ്ഞിരിക്കണം, അത് സംഭവിച്ചിരിക്കും. പക്ഷേ ആ വരവ് എങ്ങനെ സംഭവിക്കും? അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ, 2 പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ
കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് വൈകുന്നു? ചിലരും കൂടെ മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഇനിയും ചിലരും കൂടെ മാനസാന്തരപ്പെടാനുണ്ട്, ഇനിയും ചിലരും കൂടെ കർത്താവിലേക്ക് വരാനുണ്ട്, ഇനിയും ചിലരും കൂടെ അവനെ അറിയാനുണ്ട്. അവരെങ്ങനെ യേശുവിനെ അറിയും? കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു പ്രധാന ലക്ഷണമാണ് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തുമ്പോൾ എൻ്റെ വരവാകും. ഈ സുവിശേഷം സകലരിലും എത്തുവാൻ, ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ സകലരും വിശ്വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം സ്വർഗത്തിലെ ദൈവം സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ സർവശക്തനാകുന്ന ദൈവം നരകം എന്നൊരു വസ്തുത, ഒരു സത്യം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, വീണുപോയ സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം നരകത്തിൻ്റെ അധിപതിയായ സാത്താനെ അനുസരിച്ച് അവൻ അധീനനായി ജീവിച്ചത് കൊണ്ടാണ്. എന്നാൽ നിത്യതയ്ക്ക് അവകാശികളായി ചിലർ നിത്യതയിൽ എത്തുന്നതിൻ്റെ കാരണം നിത്യനായ ദൈവത്തെ, സർവശക്തനായ ക്രിസ്തുവിനെ അവർ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ പാതയിൽ നടന്ന് അവന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. അത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. അത് വിശ്വസിച്ചാൽ, ആ വചനം വിശ്വസിച്ചാൽ, ഇത് വിശ്വസിക്കാൻ പറ്റിയാൽ എൻ്റെ ഭാഷയിൽ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തിൽ. ഹല്ലേലൂയ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം ഈ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, For I am not ashamed of the gospel. ഹല്ലേലൂയ. അതിന്റെ 16-ാമത്തെ വാക്യം 2 തിമോത്തിയോസ് 2-ന്റെ 8-9 വാക്യം, 8-9 വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. കയ്യിൽ ചങ്ങല ധരിച്ചുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. പ്രൈസ് ഗോഡ്. ഒത്തിരി ബദ്ധപ്പാടുകളുടെയും കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് ഈ സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. പക്ഷേ അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ, ഞാൻ ദുഷ്പ്രവർത്തിക്കാരനല്ല, ഞാൻ കൊലപാതകനല്ല, ഞാൻ കള്ളനല്ല. എന്നാൽ ദുഷ്പ്രവർത്തിക്കാരുടെ കൂട്ടത്തിൽ എന്നെയും അവർ എണ്ണി ചെങ്ങല ധരിപ്പിച്ച് ക്രിമിനലുകൾ കിടക്കുന്ന, ദുഷ്ടന്മാർ കിടക്കുന്ന, കൊലപാതകന്മാർ കിടക്കുന്ന, കള്ളന്മാർ കിടക്കുന്ന ജയിലിനകത്ത് എന്നെ അടച്ചിരിക്കുക. പക്ഷേ ഞാൻ അവരെ പോലെ അല്ല. ഞാൻ ചെയ്ത തെറ്റ് സുവിശേഷം അറിയിച്ചു എന്നതാണ് അവർ പറയുന്നത്. അതിനു വേണ്ടി കഷ്ടം സഹിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എൻ്റെ കയ്യിലേ ഉള്ളൂ ചെങ്ങല. ഞാൻ പ്രസംഗിച്ച വചനത്തിന് ബന്ധനമില്ല. ഞാൻ പ്രസംഗിച്ച വചനത്തിന് ബന്ധനമില്ല. അത് ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്, അത് നിങ്ങളെ ഫ്രീ ആക്കുന്നതാണ്. ഇന്ന് പകൽ സുവിശേഷം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആ തിരുവെഴുത്തുകളിലേക്ക് നോക്കി നിറകണ്ണുകളോടെ എത്ര പേർക്ക് പറയാൻ കഴിയും, തകർന്നടിഞ്ഞുപോയ എൻ്റെ ജീവിതത്തെ, ബന്ധനസ്ഥനായി കിടന്ന എൻ്റെ ജീവിതത്തെ വിമോചിപ്പിച്ചത്, ഈ ജീവിച്ചപ്പോൾ ഈ മാറ്റമില്ലാത്ത വചനമാണ് എൻ്റെ ബന്ധനത്തെ അഴിച്ചുവിട്ട് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയത്, എനിക്ക് സ്വസ്ഥത നൽകിയത്, എൻ്റെ ഭവനത്തിന് സമാധാനം നൽകിയതെന്നുള്ള സത്യം നിങ്ങൾക്ക് എങ്ങനെ വിസ്മരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, എൻ്റെ കയ്യിൽ ചങ്ങലയുണ്ടെങ്കിലും ഞാൻ പറയുന്ന വചനത്തിന് ചങ്ങലയില്ല, അതിന് ബന്ധനമില്ല. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടു കൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ടാർഗറ്റ് അതാണ്, ടാർഗറ്റ് അതാണ്. ക്രിസ്തുയേശുവിലൂടെ ഒരു രക്ഷയുണ്ട്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്.
ആ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൈവരിച്ചാൽ നിത്യ തേജസ്സോടു കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പദവിയുണ്ട്. ആ പദവിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുവാൻ ഈ സുവിശേഷത്തിന് വേണ്ടി, ഈ വചനത്തിന് വേണ്ടി എന്ത് കഷ്ടവും ചെങ്ങലയും നിന്നയും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, എത്ര ശക്തമേറിയതാണ് ഈ ആലോചന. അങ്ങനെയാണെങ്കിൽ സുവിശേഷം തരുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇത് പ്രധാനമാണ്, അപ്രധാനമല്ല, മറ്റുള്ള എല്ലാത്തിനേക്കാൾ പ്രധാനമാണ്. സ്തോത്രം. നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, ഒരു ലൈവിൽ നിന്ന് ജമ്പ് ചെയ്ത് അടുത്ത ലൈവിലോട്ട്, ഒരു പ്രസംഗത്തിൽ നിന്ന് മാറി അടുത്ത പ്രസംഗത്തിലോട്ട്, അത് കഴിഞ്ഞ് അടുത്തത്. പക്ഷേ നമ്മളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? നമ്മളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഞാനൊരു സത്യം പറയുന്നു, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതെയും യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് അനുസരിക്കാതെയും ഇരിക്കുന്ന ദാസന് ഏറെ അടി കൊള്ളും എന്ന് കർത്താവ് പറഞ്ഞു. തലോടാൻ മാത്രമുള്ള കൈ അല്ലത് എന്നൊരു സത്യമാണ് കർത്താവ് അവിടെ വ്യക്തമാക്കിയത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ നിങ്ങൾ അതിനെ ചെയ്യുന്നവരായിരിക്കാൻ കർത്താവ് ആഹ്വാനം തരുന്നു. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഒരു പക്ഷേ പലർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരികയില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും വൈറസോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ രോഗങ്ങളോ ഒക്കെ അകത്ത് കയറി ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ ദൈവമുഖത്തോട്ട് നോക്കി നിലവിളിക്കുന്നവരോട് ഒരു അച്ഛൻ പ്രസംഗിച്ചതുപോലെ ഐ സി യു എന്ന് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. പല ആൾക്കാരും പള്ളിയിൽ വരികയില്ല, പ്രാർത്ഥനയ്ക്ക് പോവുകയില്ല, ആരാധിക്കുകയില്ല, ബൈബിൾ വായിക്കുകയില്ല, വിശ്വസിക്കുകയില്ല. എന്നാൽ എല്ലാം തകർന്ന ആശുപത്രിയിലെ ഐസിയുവിനകത്ത് കയറുമ്പോഴാണ് ICU. ഞാൻ നിന്നെ കാണുന്നു ദൈവമേ, അവിടെ വെച്ചാ കാണുന്നേ. പക്ഷെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞാൽ, ആരോഗ്യമുള്ളപ്പോൾ ഇത് അറിയിക്കാൻ കഴിഞ്ഞാൽ, ആയുസ്സുള്ളപ്പോൾ ഇത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല കാലത്തിൽ ഈ നല്ലവനായ ദൈവത്തെ ഉയർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് തിരുവെഴുത്തിൽ നിന്ന് ഞാൻ പറയുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, യോഹന്നാൻ 3:16 ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവ്, ആ പുത്രനിലാണ് പാപവിമോചനം. ആ പുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്ത മനുഷ്യന്റെ കണ്ണാണ് തുറക്കുന്നത്. ആ പുത്രനിലേക്ക് തിരിയുന്നവനാണ് സാത്താന്റെ അധികാരത്തിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും വിടുവിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അവനിൽ വിശ്വസിക്കുന്നതാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനും നിത്യരക്ഷയും ഉള്ളത്. സ്തോത്രം. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, നമ്മൾ 3:16 എപ്പോഴും ശ്രദ്ധിക്കുന്നത്, പക്ഷെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഈ ഭൂമിയെ, ലോകത്തെ, മനുഷ്യനെ, മാനവകുലത്തെ രക്ഷിപ്പാനായി വേഷത്തിൽ മനുഷ്യനായി താണ ഭൂമിയിലേക്ക് വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, രക്ഷിക്കാൻ വന്ന കർത്താവിനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷകനായ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ അവനിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ രക്ഷയിലല്ല നിൽക്കുന്നത്, ഒരു ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയിലേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു നാമമുണ്ട്, അതാണ് യേശുവിൻ്റെ നാമം. അപ്പോസ്തല പ്രവൃത്തി 4:12 അപ്പോസ്തലൻ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവും ഇല്ല. വേറെ ഒരു വഴിയില്ല ബ്രദറെ, സിസ്റ്ററെ. വേറെ പല വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വേറെ ഒരു വഴിയില്ല, വേറെ ഒരു നാമവും ഇല്ല, വേറൊരു വ്യക്തിയില്ല. ഇന്ന് പകൽ ചങ്കിലെ ചോര തന്ന്
നിങ്ങളെ വീണ്ടെടുത്ത രക്ഷിച്ച ഏക നാമം യേശുവിൻ്റെ നാമം. ആ ഇരിക്കുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്ന് നിങ്ങൾ എന്നെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. എത്രയോ പതിനായിരങ്ങൾക്ക്, എത്രയോ ലക്ഷങ്ങൾക്ക് ഇനിയും ഈ സത്യം അറിയാനുണ്ടെന്നറിയാവോ? ഇനി എത്രയോ കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണ് തുറക്കാനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനും സാത്താൻ ഇട്ടിരിക്കുന്ന ചെങ്ങലയ്ക്കകത്തുനിന്ന് ബന്ധനത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനുണ്ടെന്നറിയുമോ? അതറിഞ്ഞവർ അത് അറിയിക്കാതിരുന്നാൽ, ലഭിച്ചവർ ലഭിക്കാത്ത പോലെ ഇരുന്നാൽ, കണ്ടവർ കാണാത്ത പോലെ ഇരുന്നാൽ, അനുഭവിച്ചവർ അനുഭവിക്കാത്തത് പോലെ ഇരുന്നാൽ, അനുഭവിക്കാനുള്ളവർ, കാണാനുള്ളവർ, അറിയാനുള്ളവർ ഇതെങ്ങനെ അറിയും? ഞാൻ അവനെ അറിയിച്ചില്ലെങ്കിൽ ആരവനെ അറിയിക്കും? ഈ സത്യം അറിഞ്ഞ് ഞാനിത് പ്രചരിപ്പിച്ചില്ലെങ്കിൽ ആരിത് പ്രചരിപ്പിക്കും? എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, എന്തെല്ലാം നിന്ദകളും കഷ്ടതകളും ഇതൊക്കെ ഇതിനകത്തുണ്ട്. കർത്താവ് ഇത് പറഞ്ഞേച്ച് ഇറക്കി വിട്ട എല്ലാത്തിനെയും. യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 4:4 വചനം പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യം യോഹന്നാൻ 8:11 കാണാം. ഒരു പാപിനിയായ സ്ത്രീ, നമ്മൾ കേട്ടിട്ടുള്ള മെസ്സേജാണ്. വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സഹോദരി, കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചവൾ, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവളെ ക്രിസ്തുവേശു വിടുവിക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കുന്ന കാഴ്ച നിങ്ങൾക്ക് അധ്യായത്തിൽ കാണാം. അപ്പോൾ സുവിശേഷത്തിന്, ക്രിസ്തുവിന് നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും പിരിമുറുക്കത്തിൽ, ബന്ധനത്തിൽ അസ്വസ്ഥനായി, ഡിപ്രസ്ഡായി, നിരാശപ്പെട്ടിരിക്കുന്നോ, അകന്നു നിൽക്കാതെ അടുത്തു വാ. അകന്നു നിൽക്കാതെ കർത്താവിലേക്ക് വാ. അവൻ്റെ നാമത്തിലൊന്ന് വിശ്വസിക്ക്, അവനിലൊന്ന് ആശ്രയിക്ക്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി തീരും. പ്രൈസ് ഗോഡ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുക്കുന്ന ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമം. നിങ്ങളുടെ പാപത്തെ വിമോചിപ്പിക്കുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിനകത്ത് പൗലോസ് പറയുന്ന, 4 സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. 1-ാമത്തെ വാക്യം ഒന്നും കൂടെ ഞാൻ വായിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷം, ഞാൻ സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും. ഞാൻ സുവിശേഷം അറിയിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? ഞാൻ സുവിശേഷം അറിയിച്ചപ്പോൾ, ഞാൻ ആ ഗുഡ് ന്യൂസ് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഉറപ്പായും വിശ്വസിച്ചവർക്ക് യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തെ ലഭിച്ചിട്ടുണ്ട്. അവൻ്റെ ശക്തി ലഭിച്ചിട്ടുണ്ട്, അവൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട്. അതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നതും 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ഓൺലൈൻ സർവീസിൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ല. നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ല. നിങ്ങൾ അതിൻ്റെ വില അറിയും. നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ മഹത്വം നിങ്ങൾ അറിയും. നിങ്ങൾ കരഞ്ഞതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും മഹത്വം നിങ്ങൾ അറിയും. നിങ്ങൾ ദൈവസന്നിധിയിൽ വില കൊടുത്തതിൻ്റെ വില നിങ്ങൾ അറിയും. നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുമായ സുവിശേഷം. അപ്പോൾ നിങ്ങൾ എന്ത് കേട്ടാ രക്ഷിക്കപ്പെട്ടെ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അറിഞ്ഞ സുവിശേഷം, അറിഞ്ഞ വചനം മുറുകെ പിടിക്കാൻ ഇന്ന് പകലിൽ ഈ സഭായോഗത്തിൽ കർത്താവ് നിങ്ങളെ അറിയിക്കുന്നു. ആരോടൊക്കെയോ ദൈവാത്മാവ് അറിയിക്കുന്നു. ഉറയ്ക്കുക, വചനത്തിൽ ഉറയ്ക്കുക, ക്രിസ്തുവിൽ ഉറയ്ക്കുക. ഇനി 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളിൽ 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ
10 മുതലുള്ള വാക്യത്തിൽ സുവിശേഷം കൊണ്ട് ജീവനും. അപ്പൊ സുവിശേഷത്തിൽ എന്തു വെളിപ്പെടുന്നു? ക്രിസ്തുവിന്റെ ജീവൻ. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെടാനിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അടുത്ത വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എന്ത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു? ഞാൻ അറിഞ്ഞ തേജസ്സിന്റെ സുവിശേഷം നിമിത്തം ഇതൊക്കെയും സഹിക്കുന്നു. എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഇന്ന് പകൽ തിരുവഴുത്തിനെ ചങ്കിനോട് അണച്ച് മാറോട് ചേർത്ത് പിടിച്ച് എത്ര ദൈവമക്കൾക്ക് ഇത് പറയാൻ കഴിയും? ഞാൻ ഉറച്ച് വിശ്വസിച്ച, ഞാൻ അറിഞ്ഞ സുവിശേഷത്തിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഞാൻ ലജ്ജിക്കുന്നില്ല. കർത്താവിന്റെ വചനം അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് ദൈവവചന സത്യത്തിൽ വിശ്വസിച്ച് അസന്മാർഗിക ജീവിതം വിട്ടുവരുമ്പോൾ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്ന നിന്നെ നിന്റെ പഴയ മദ്യപാനികൾ എതിർത്തിരിക്കും. പാരമ്പര്യത്തിനകത്ത് നിന്ന് ക്രിസ്തുവിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട് വിടുതൽ പ്രാപിച്ചു വന്ന നിന്നെ ഇപ്പോഴും പാരമ്പര്യത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവൻ എതിർത്തിരിക്കും. ജഡീകമായ പാപമ്ലേച്ഛതകളിൽ മുഴുകി ജീവിച്ച നിങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരാത്തവൻ നിന്നെ എതിർത്തിരിക്കും. പക്ഷേ അതിൻ്റെ നടുവിലും പുസ്തകം ചങ്കോടണച്ചു പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നുറച്ചിരിക്കുന്നു. ആ ഒരു ഉറപ്പ് ക്രിസ്തുവിലുള്ള ദൈവമക്കൾക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം രോഗങ്ങൾ വന്നാലും, എന്തെല്ലാം മഹാവ്യാധികൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ഈ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആധികാരികതയും വെളിപ്പെടാനുള്ള നിത്യ തേജസ്സിന്റെ വെളിപ്പാടും അകത്ത് ലഭിച്ച ദൈവപൈതൽ തെല്ലും പതറില്ല. അവൻ ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ല. ചങ്കും നെറ്റിയും നിവർത്തി വിരിച്ചു നിന്ന് ക്രൂശിക്കപ്പെട്ട് പ്രാണനെ തന്ന ക്രിസ്തുവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യുവാൻ അവൻ തയ്യാറാകും. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, എന്നാന്നറിയാവോ പലരും ലജ്ജിക്കുന്നേ? എന്താണെന്നറിയാവോ പലരും കളഞ്ഞേച്ച് പോകുന്നേ? അവരാരെയാ വിശ്വസിച്ചെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പൗലോസ് പറയുന്നു, ഇതൊക്കെയും ഞാൻ സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. പുള്ളി അനുഭവിച്ച കാര്യങ്ങൾ എന്നാ? സ്തോത്രം. ഒരു വൈറസ് ലോകം മുഴുവൻ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ജീവനുള്ള ദൈവം അറിഞ്ഞുകൊണ്ട് ജീവനുള്ള മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന ജീവനില്ലാത്തൊരു വൈറസിനെ പേടിച്ച് സകല മനുഷ്യരും ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇരിക്കാനാ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇരുന്നോണം, പുറത്തു പോയില്ല, ഇരുന്നോണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രേ ഉള്ളൂ മനുഷ്യ. നീ മേലോട്ട് നീ പിടിക്കുന്ന ശ്വാസം താഴോട്ട് പോയില്ലെങ്കിൽ തീർന്നു. അത് പ്രധാനമന്ത്രി ആണേലും, പ്രസിഡന്റ് ആണേലും, പാസ്റ്റർ ആണേലും, വിശ്വാസി ആണേലും, ഏത് മഹാപുള്ളിയാണേലും കഴിഞ്ഞു നിന്റെ കാര്യം. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിച്ച് വിശ്വസിക്കേണ്ടതിനെ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു നിത്യതേജസ്സുണ്ട്. ഹല്ലേലൂയ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എൻ ഉള്ളം തുള്ളുന്നു എന്ന് പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഞങ്ങൾ സാരമില്ലെന്നെണ്ണെന്ന് പൗലോസ് പറഞ്ഞു. എന്താ പൗലോസ് അതിന്റെ കാരണം? നിത്യ തേജസ്സിന്റെ ഘനമോർക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ ഞങ്ങൾ സാരയില്ലെന്നെണ്ണുന്നു. ഞങ്ങൾ പ്രത്യാശയില്ലാത്തവരായിട്ടല്ല ജീവിക്കുന്നത്.
ഹല്ലേലൂയ. പ്രത്യാശയുള്ളവരായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സഭായോഗത്തിൽ എന്നെ കാണുന്ന ദൈവമക്കളെ, രോഗം വരുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ആരാണവൻ? അവൻ യഹോവ റാഫ, അവൻ സൗഖ്യദായകൻ. ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഞെരുക്കമുണ്ടാകുമ്പോൾ ഉള്ളം പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ആരാണവൻ? അവൻ യഹോവ ജൈറ. എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവൻ എന്നെ കരുതുന്നവൻ. ഹല്ലേലൂയ. ആരുമില്ല കർത്താവേ എൻ്റെ കൂടെ, എന്നെ എല്ലാവരും കൈവിട്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളം പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ യഹോവ റോഹി, അവൻ നല്ല ഇടയൻ. കർത്താവേ, ഞാനങ്ങ് ബലഹീനനായി പോവുകയാണല്ലോ, എൻ്റെ മനസ്സങ്ങ് ഇടിയാണല്ലോ, ഞാനങ്ങ് ഒഴുകി പോന്ന പോലെ തോന്നുകയാണല്ലോ. അവരറിയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ എൽ ഷദായി, അവൻ സർവശക്തനായ ദൈവം. എൻ്റെ ജീവിതത്തിൽ കർത്താവേ പരാജയമാണല്ലോ, എല്ലാം പരാജയമാണല്ലോ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ യഹോവ നിസി, അവൻ ജയത്തിൻ്റെ കൊടി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ അകത്ത് പ്രത്യാശ വർദ്ധിക്കട്ടെ, നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തൻ. ഭയമുള്ള, ആകുലതയുള്ള, പ്രതിസന്ധിയുള്ള ഈ കാലഘട്ടത്തിൽ, കൊറോണ വൈറസിന്റെ COVID-19 പ്രതിസന്ധിയിൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഈ വാക്യത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളെ സൂക്ഷിക്കാൻ ദൈവം ശക്തൻ. അതിന് രാമീൻ എത്ര പേര് പറയും? നിങ്ങളെ സൂക്ഷിക്കാൻ, നിങ്ങളെ ഗാർഡ് ചെയ്യാൻ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവം ശക്തൻ. അത് വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ അത് ആക്ടിവേറ്റഡ് ആകുന്നത്. ഏത് കയ്യിലൊരു സിം കാർഡ് ഉണ്ടെന്ന് കരുതി ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും ഉണ്ടാകുകയില്ല. കയ്യിലൊരു ഫോൺ ഉണ്ടെന്ന് കരുതിയും ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് ഉണ്ടാകുകയില്ല. സിം കാർഡ് ഫോണിനകത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് ഉണ്ടാകുന്നത്. പ്രസംഗം കേട്ടോണ്ടിരുന്നെന്ന് കരുതി ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെന്നില്ല. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, സാക്ഷാത് ദൈവവചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. പക്ഷേ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, സുവിശേഷ നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തൻ. വാ തുറന്ന് പറയാമോ? എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും സൂക്ഷിക്കാൻ എൻ്റെ ദൈവശക്തൻ. കർത്താവ് നിങ്ങളെ സൂക്ഷിക്കും. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ആ തങ്ക ചിറകടിയിൽ അവൻ നിങ്ങളെ മറയ്ക്കും. അത് ഏറ്റെടുക്കുന്നവർ ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അതിൻ്റെ അപ്പോൾ തന്നെ 1 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വളരെ വേഗത്തിൽ ഒന്ന് വായിക്കാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന വചനം 1 തിമോത്തിയോസ് 1:15. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. നിങ്ങൾ ആ ഭാഗം എടുത്തെങ്കിൽ, വേദപുസ്തകത്തിനകത്ത് നോക്കുന്നെങ്കിൽ, ക്രിസ്തുയേശു എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു എന്ന് ആ വാക്യത്തിൽ കാണാൻ പറ്റും. ക്രിസ്തുയേശു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാണ്. പൗലോസ് തന്നെ പറഞ്ഞല്ലോ, ആ പാപിയിൽ ഞാൻ ഒന്നാമനായിരുന്നു എന്ന്. ആ വചനം, ലോകത്തിൽ വന്നു എന്നുള്ള വചനം വിശ്വാസ്യവും അവിശ്വസിക്കരുത്, സംശയിക്കരുത്, വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇതിൻ്റെ
ഒരു ആഴത്തിൽ ഞാനിതൊന്ന് പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ ഇതിനകത്തുനിന്നൊരു നല്ലൊരു പോയിന്റ് എടുത്ത് പറഞ്ഞാൽ, ഈ ഭാഗം പറഞ്ഞിട്ട് പൗലോസ് അതിനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഈ പാപികളെ രക്ഷിക്കാൻ യേശു ഭൂമി വന്നു എന്നുള്ളത്, പാപികളെ കർത്താവ് രക്ഷിക്കുമെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ശൗലായിരുന്ന, കുലപാതകനായിരുന്ന, ദുർനടപ്പുകാരനായിരുന്ന, ദൈവസഭകളെ കല്ലുപുറക്കി എറിഞ്ഞുകൊണ്ടിരുന്ന, അഭിഷിക്തന്മാരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത എന്നെ പൗലോസാക്കി മാറ്റാൻ ഈ സുവിശേഷത്തിന്, ഈ ക്രിസ്തുയേശുവിന് പറ്റുമെങ്കിൽ നിന്നെ എത്ര അധികം എന്നാ പുള്ളി പറഞ്ഞു. ഹല്ലേലൂയ. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നെന്നുള്ളത് വിശ്വാസം, അതിനാ വന്നേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്: എന്തിന് എല്ലാവരും കർത്താവിൽ വിശ്വസിക്കണം? അപ്പം ഞങ്ങൾ സുവിശേഷകർ, ദൈവദാസന്മാർ ലോകമെമ്പാടും യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നും നിങ്ങൾ കർത്താവിനെ അറിയണമെന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുവിശേഷം മുറുകെ പിടിക്കണമെന്നും ഈ വചനത്തിൽ നിലനിൽക്കണമെന്നും പ്രസംഗിക്കുന്നു. എല്ലാവരും യേശു കർത്താവിനെ വിശ്വസിക്കണമെന്നും എല്ലാവരും ഈ ക്രിസ്തുവിലായിരിക്കണമെന്നും എന്തുകൊണ്ട് പറയുന്നു? വാട്ട് ഈസ് ദ റീസൺ? അഥവാ ബ്രദറെ, കടഭാരം അതാണോ കാരണം? എല്ലാവർക്കും കടഭാരം ഉണ്ടോ? എല്ലാവർക്കും ഒന്നും കടഭാരമൊന്നുമില്ല. എന്നാൽ പിന്നെ രോഗം, എല്ലാവർക്കും രോഗമുണ്ടോ? എല്ലാവരും രോഗികളൊന്നും അല്ല. എന്നാൽ പിന്നെ ബന്ധനം, എല്ലാവരും ബന്ധനത്തിലാണോ? അറിയില്ല. എല്ലാവരും കർത്താവിനെ സ്വീകരിക്കണം, വിശ്വസിക്കണം, അംഗീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം കടഭാരമോ, കടഭാരത്തിൽ നിന്നുള്ള വിടുതലോ, രോഗമോ, രോഗശാന്തിയോ അല്ല. എല്ലാവരും പാപികൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നിട്ടും ക്രിസ്തുയേശു നിത്യജീവനായി കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ശ്രദ്ധിക്കുക, വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം എന്നുള്ളത് എല്ലാവരും പാപികളായതുകൊണ്ടാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന വചനം വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ അത് കാരണമാകുന്നു. എല്ലാവരും കർത്താവിനെ അംഗീകരിക്കേണ്ടതിൻ്റെ കാരണം എല്ലാവരിലും പാപമുണ്ട്. പാപത്തിലാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറക്കുന്നത് തന്നെ. പാപത്തിലല്ലയോ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോൾ മനുഷ്യനിൽ അറിഞ്ഞോ അറിയാതെയോ നിലനിൽക്കുന്ന ഒരു തിന്മയാണ് പാപം. പാപത്തിൻ്റെ പരിഹാരം പാപമില്ലാത്തവനിലാണ്. കാരണം കുരുടന്, നേരത്തെ പറഞ്ഞ പോലെ, കുരുടനെ വഴി കാണിക്കാൻ കഴിയില്ല. മാത്സ് അറിയാവുന്നവനെ മാത്സ് പഠിപ്പിക്കാൻ പറ്റും. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കണം, പാപമില്ലാത്തവന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ പറ്റൂ. ഈ ഭൂമിയിൽ പാപമില്ലാത്ത ആരുണ്ട്? എന്നാൽ പാപം കൂടാതെ പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവനുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി. പാപമില്ലാത്ത കർത്താവിന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. വേദപുസ്തകം വായിക്കുമ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് വായിക്കുന്നു. നിങ്ങളുടെ പാപപരിഹാരത്തിനായി രക്തം ചൊരിഞ്ഞ, രക്തമൊഴുക്കി തന്ന യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. ആ കർത്താവിലൊന്ന് ആഴമായിട്ട് വിശ്വസിക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ,
ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്ന എന്ന വചനം വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ കാരണമാണ്. അത് അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. എല്ലാവരും പാപികളായതുകൊണ്ട് എല്ലാവരും അവനെ അംഗീകരിച്ചേ പറ്റൂ. നിങ്ങളുടെ പാപത്തെ മോചിക്കാൻ യേശുവിന് കഴിയും. ഈ 1 യോഹന്നാന്റെ ലേഖനം ഒന്നെടുത്തേ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രൻ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് നാം പറയുന്നെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കുന്നു. വഞ്ചിതരാകരുത്. നമുക്ക് പാപമില്ല. ഞാൻ പാപിയൊന്നുമല്ല, ഞാൻ എന്നിൽ എന്നാ പാപം, എന്നോട് ഇതൊക്കെ ആരാ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ പോയ നിങ്ങൾ പ്രസംഗിക്കുന്നവർക്കും വചനം പറയുന്നവർക്കും ഒന്നും സംഭവിക്കാനില്ല. അങ്ങനെ വിശ്വസിച്ച് നടക്കുന്ന എന്നിലൊരു പാപമില്ല എന്ന് ചിന്തിച്ച് നടക്കുന്നവർ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. ഹല്ലേലൂയ. മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പലരും പാപത്തിൽ മരിക്കുന്നു. പാപത്തിൽ മരിക്കാതിരിക്കാനായി പ്രസംഗിക്കുന്നത് അതൊരു സത്യമാണ്. ആ സത്യം നാം തിരിച്ചറിയണമെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇനി 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ, അത് ഏറ്റുപറയാനുള്ളതാ, ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇന്ന് ഈ സർവീസിൽ എന്നെ കാണുന്ന ദൈവ പൈതലേ, ജീവിതത്തിലെ കുറവുകളെ ഏറ്റു പറഞ്ഞാൽ, കാരണം ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ആ പാപങ്ങളെ ഏറ്റു പറഞ്ഞെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനും നീതിമാനുമാകുന്നു. 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് യോഹന്നാൻ പറയുകയാണ്, നാം പാപം ചെയ്തിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്കൊന്ന് 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ 10-ാം വാക്യം കൊണ്ട് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ, ആ 2-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇത് എഴുതുന്നത് പാപം ചെയ്യാനല്ല, പാപം ചെയ്യാതിരിക്കാനാണ്. ശ്രദ്ധിച്ചോണം. ഇപ്പം നമ്മൾ വാക്യം കേട്ടു, നമ്മൾ പാപം ചെയ്താൽ നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും, കരുണ കാണിക്കുക. എന്നാൽ പിന്നെ പാപം ചെയ്യുക, ഏറ്റു പറയുക, പാപം ചെയ്യുക, ഏറ്റു പറയുക, പാപം ചെയ്യുക, ഏറ്റു പറയുക, അതിനാണോ എഴുതിയിരിക്കുന്നത്? അല്ല കുഞ്ഞുങ്ങളെ, ഇത് എഴുതിയിരിക്കുന്നത്, ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ്. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ, അബദ്ധത്തിൽ ഒരു തെറ്റ് സംഭവിച്ചെങ്കിലോ, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ ഓൺലൈൻ സർവീസിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, വാ തുറന്നെന്ന് പറയാമോ, യേശു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ എനിക്കുണ്ട്. യേശു ക്രിസ്തു എന്ന അഡ്വക്കേറ്റ്. ഹല്ലേലൂയ. We have an advocate with the Father, Jesus Christ the righteous. Hallelujah. We have the advocate with the Father. എൻ്റെ പിതാവിൻ്റെ കൂടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. എൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ ഒരു കാര്യസ്ഥൻ എനിക്കുണ്ട്. ഇന്ന് പകൽ പ്രതികൂലത്തിൻ്റെ, പ്രതിസന്ധിയുടെ, നിന്ദയുടെ, വെല്ലുവിളിയുടെ, കഷ്ടതയുടെ, ആവശ്യങ്ങളുടെ, തിന്മയുടെ, നിരാശയുടെ നടുവിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ എനിക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, ഈ നീതിമാനായ ക്രിസ്തു എനിക്കുണ്ടെന്നുള്ളവർ അതരങ്ങളൊന്ന് തുറന്ന് പാടിയേ.
ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും നമ്മളെ വിളിക്കുന്ന കർത്താവ് പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ശ്രദ്ധിക്കുക, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. രണ്ടില്ല, പലതില്ല, ഒരുപാടില്ല. ഇത് മാറ്റമില്ലാത്ത ദൈവവചനമാണ്. There is one God and one mediator between God and man, the man Jesus Christ. The man Christ Jesus. ദൈവമക്കളെ, ദൈവം ഒരുവനല്ലോ. ആ ദൈവം ആരാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. മധ്യസ്ഥൻ ഒരുവനല്ലോ, ആ മധ്യസ്ഥൻ ആരാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. പലതില്ല, പലതില്ലെങ്കിൽ നമുക്ക് ഇവനെ മതി, പലതില്ലെങ്കിൽ നമുക്കൊരുവനെ മതി. ഹല്ലേലൂയ. കൈകളെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ അറിഞ്ഞ ഈ വചനം, ഞാൻ അനുഭവിക്കുന്ന ഈ സത്യം, ഞാൻ അനുഭവിക്കുന്ന ഈ യാഥാർത്ഥ്യം എത്ര വലുതാ പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തിന്റെ ശക്തി എത്ര വലുതാണ്. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ ടൈമിലും നിങ്ങൾക്ക് ഒത്തിരി പരിമിതികളുള്ളപ്പോഴും ഞാൻ ആദ്യം വായിപ്പിച്ച വാക്യം അതാണ്. പൗലോസ് പറയുന്നു, ഞാൻ ചെങ്ങല ധരിച്ചുകൊണ്ടാണ് ഇത് നിങ്ങളെ അറിയിക്കുന്നതെങ്കിലും ഞാൻ അറിയിക്കുന്ന സുവിശേഷത്തിന് ബന്ധനയില്ല, അതിന് ചെങ്ങലയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പേർ അത് ചെയ്യാൻ തയ്യാറാകും? എത്ര പേർ അതിനുവേണ്ടി ഹൃദയം കൊടുക്കും? പാപമോചനം പ്രസംഗിക്കാൻ, ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശമുണ്ടെന്ന് പ്രസംഗിക്കാൻ, അവരുടെ കണ്ണ് തുറക്കാൻ, ചിലരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കാൻ. ഇന്ന് ഈ ഓൺലൈനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു സമയം അതിനുവേണ്ടി ഒന്ന് മാറ്റിവെക്കുകയാണ്. കർത്താവെ, എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ഈ സുവിശേഷത്തെ മറ്റുള്ളവരിൽ എത്തിക്കും. ഈ ഗുഡ് ന്യൂസ്, ഈ സത്യം, ഈ രക്ഷയുടെ സത്യം, ഈ നിത്യതയുടെ വെളിപ്പാട് ഞാൻ അറിയിക്കും. ഹല്ലേലൂയ. പല നിലകളിൽ ചെയ്യാം സഹോദരങ്ങളെ, പല നിലകളിൽ ചെയ്യാം. ഇന്ന് നിങ്ങൾ കേട്ട ഈ വചനം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ എത്തിക്കാം. പക്ഷെ പലരും അത് ചെയ്യുന്നു, ചിലരത് ചെയ്യുന്നില്ല. ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ അതിനായി ഉത്സാഹിപ്പിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വാട്സാപ്പിലൊക്കെ പല പ്രിയപ്പെട്ടവരും അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. Can you please give me that phone, pastor? അവർ പറയുന്നു, അവരുടെ ജീവിതത്തിൽ ഈ സുവിശേഷം, ഈ മാറ്റമില്ലാത്ത വചനം വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. നന്മയെ ഒളിച്ചവരിലേക്ക് ഒന്ന് എത്തിക്കാൻ. ഹല്ലേലൂയ. നരകമാകുന്ന കർത്താവിനെ അറിയിക്കട്ടെ. കാണിക്കാറുണ്ട്. ഒരുപക്ഷെ എന്നെ അപമാനിച്ചേക്കാം, ഇനി എന്നെ അയക്കരുതെന്ന് പറഞ്ഞേക്കാം. ായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഒരു ഇവാഞ്ചലിസ്റ്റിക് അനോയിന്റിംഗ്, ഒരു ഇവാഞ്ചലിസ്റ്റിക് ഗ്രേസ് യേശുവിന്റെ നാമത്തിൽ അവരിൽ വ്യാപരിക്കട്ടെ. ആ എരിവ് അവരിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവാത്മാവിന്റെ കരം അവരെ സ്പർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പലരെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ, ക്രിസ്തുവിനുള്ള അവകാശങ്ങളെ കുറിച്ച് പ്രസംഗിക്കുവാൻ, തേജസ്സിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ, അനേകരെ
നിത്യതയിലേക്ക് നയിക്കുവാൻ ഒരു വെളിച്ചമായി, ഒരു ജ്യോതിസായി ഇവരുടെ കുടുംബങ്ങളിൽ, ഇവരുടെ ദേശങ്ങളിൽ ഇവർ മാറേണ്ടതിന് I release it a grace over them in the name of Jesus, Father. ആ അഭിഷേകത്തെ, ദൈവകൃപയെ അവരുടെ കുഞ്ഞുങ്ങളിൽ ആ താല്പര്യം ഉണ്ടാകട്ടെ, അവരുടെ കുടുംബത്തിൽ ആ താല്പര്യം ഉണ്ടാകട്ടെ, വ്യക്തികളിൽ ആ താല്പര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.